ആഴ്ച കൊണ്ട് കരളിലെ കൊഴുപ്പ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ഭക്ഷണം, നമ്മൾ എന്തൊക്കെ കഴിക്കണം, അതേപോലെ എന്തൊക്കെ ഒഴിവാക്കണം, നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം ഈ ഒരു 5 കാര്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഫാറ്റി ലിവർ ആദ്യം സ്കാനിങ് ചെയ്തിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഇത് കുഴപ്പമില്ല, ഇതെല്ലാവരിലും ഉണ്ട്, എല്ലാവരുടെ ലിവറിലും കുറച്ച് കൊഴുപ്പുണ്ട്, അത് പ്രോബ്ലം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് പൊതുവെ ഫാറ്റി ലിവർ വരുന്നു, പിന്നീട് ലിവറിന് നീർക്കെട്ട് വരുന്നു, ഫൈബ്രോസിസ് വരുന്നു, സിറോസിസ് വരുന്നു, പിന്നീട് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അതുപോലുള്ളവർക്ക് വേണ്ടിയിട്ട് ലിവറിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഫാറ്റി ലിവർ എന്നുള്ളത് പറയാം. ഒരുപാട് പേർക്ക് അറിയാം ഇതെങ്ങനെയാണ് വരുന്നതെന്നും എന്താണ് ഫാറ്റി ലിവർ എന്നൊക്കെ ഉള്ളതും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ പറയാം. അതായത് ലിവറിൽ സാധാരണ രീതിയിൽ നോർമലായിട്ട് കുറച്ച് ഫാറ്റ് ഉണ്ട്, അതായത് ഒരു 5% ഫാറ്റ് ലിവറിലുണ്ട്. പക്ഷേ ഈ ഒരു 5%-ൽ കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതായത് ലിവറിൻ്റെ കോശങ്ങളുടെ അകത്ത് ഇടയിലൂടെയൊക്കെ ഇങ്ങനെ കൊഴുപ്പ് വരിക, ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുക, ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുക. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലഡിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടി വരും. ഇങ്ങനെ കൂടി വരുമ്പോൾ അതൊരു പരിധിയിൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് അധികമുള്ള കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പ് ഇതൊക്കെ അടിഞ്ഞു കൂടാൻ കാരണമാവും. അങ്ങനെ ലിവറിൻ്റെ കോശങ്ങൾക്കിടയിലും ലിവറിൻ്റെ ചുറ്റുമൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ക്രമേണ ഇത് ലിവറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ലിവർ എൻസൈംസിൽ വേരിയേഷൻ വരികയും നമ്മുടെ ദഹനത്തെ ബാധിക്കുകയും ഓവറോൾ മെറ്റബോളിസത്തെ ബാധിക്കുകയും പിന്നീട് ലിവറിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് വരികയും പിന്നീട് ലിവർ സീറോസിസ് അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വന്ന് നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാറ്റി ലിവറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണോ, ഇതങ്ങനെ നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ മാറുമോ, എക്സസൈസ് മതിയോ, ഇതൊക്കെ ഒരുപാട് പേർക്കുള്ള സംശയങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ അറിഞ്ഞാലാണ് നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് അറിയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് മദ്യപാനമുണ്ട്. അതായത് ഇന്ന് യുവാക്കളാണെങ്കിലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇന്ന് മദ്യപിക്കുന്ന ആൾക്കാരാണ്. വീക്ക്ലി വൺസോ അങ്ങനെയൊക്കെ മദ്യപിക്കുന്നവരുണ്ട്. അപ്പോൾ പലരും പറയും ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ റെഗുലറായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ അത് ലിവറിനെ ബാധിക്കുകയും ആദ്യത്തെ ഘട്ടങ്ങളിൽ ഫാറ്റി ലിവർ ഉണ്ടാവും, പിന്നീട് ഫൈബ്രോസിസ് ഉണ്ടാവും, പിന്നീട് ലിവർ സീറോസിസ് വരാനും ഒക്കെ കാരണമാവാറുണ്ട്. പിന്നെ ഉള്ളത് അമിതമായിട്ട് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക. അതും ഇന്ന് വളരെ കോമൺ ആണ്. സ്പെഷ്യലി രാത്രിയിലൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഉണ്ടാവുമ്പോഴും ഈ ഒരു മെറ്റബോളിസം കുറയുകയും ദഹനം പ്രോപ്പർ അല്ലാതിരിക്കുകയും ഫാറ്റ് മെറ്റബോളിസത്തെ ബാധിക്കുകയും പിന്നീട് അമിതമായിട്ട് കൊഴുപ്പ് ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ അത് കരളിൽ പോയിട്ട് അടിഞ്ഞുകൂടുകയും ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ അമിതമായിട്ട് ഷുഗർ ഇൻടേക്ക്, പിന്നെ അതേപോലെ ബേക്കറി സാധനങ്ങൾ ഒരുപാട് കഴിക്കുക, എണ്ണയിൽ വറുത്ത് കോരിയ സാധനങ്ങൾ ഒരുപാട് കഴിക്കുക, റെഡ് മീറ്റ് കഴിക്കുക, ലേറ്റ് നൈറ്റ് ഉറങ്ങുക, അതായത് രാത്രി 12 മണിക്ക് ശേഷം ഉറങ്ങുന്ന ആൾക്കാർ, പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒരുപാട് ചെയ്യുന്ന ആൾക്കാർ, വ്യായാമമില്ലാത്തവരിൽ, ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് ഇന്ന് കോമൺ ആയിട്ട് ഫാറ്റി ലിവർ കാണുന്നത്. ഇനി അടുത്തതായിട്ട് ഫാറ്റി ലിവർ കുറയാൻ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ പറയാം. അതായത് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ച് ലിവറിലെ ഫാറ്റൊക്കെ ഇങ്ങനെ അലിഞ്ഞു തുടങ്ങാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിൽ 2 ടൈപ്പ് ഡയറ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റി ലിവർക്ക് കുറയ്ക്കാൻ പറ്റും. ഒന്നാമത്തേതായിട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ഫസ്റ്റ് ഞാനൊരു പ്രത്യേക രീതിയിലുള്ള ഡയറ്റ് പറഞ്ഞുതരാം. അതായത് കീറ്റോജനിക് ഡയറ്റാണ്. ഈ ഒരു കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് അരിഭക്ഷണം മുഴുവനായിട്ടും നിർത്തിയിട്ട് ഫാറ്റ് കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് വേറെ രോഗങ്ങളൊക്കെ വരില്ലേ എന്ന് പല രോഗികളും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ഡൗട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും ഇങ്ങനെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് 0 ആക്കിയിട്ടുള്ള ഡയറ്റൊന്നും ആവശ്യമില്ല. പൊതുവെ ഫാറ്റി ലിവർ ഉള്ളവർ അല്ലെങ്കിൽ വേറെ മറ്റു രോഗങ്ങൾ, കൊളസ്ട്രോൾ കൂടുതലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളവർ, കൂടുതലായിട്ടും വെയിറ്റ് ലോസ് വേണ്ടവർക്ക് കൂടുതലായിട്ടും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഹെൽത്തി കീറ്റോ ഡയറ്റാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, മറ്റ് അമിതമായിട്ടുള്ള ഫാറ്റ്, അതായത് ഹെൽത്തി ഫാറ്റൊക്കെ കഴിക്കണം, മറ്റ് ഫാറ്റുകൾ അത് ഞാൻ പറയാം
എന്തൊക്കെ ഭക്ഷണമാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണം അവോയ്ഡ് ചെയ്തിട്ട് കഴിക്കേണ്ട കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഫൈബറൊക്കെ കൂടുതലായിട്ടും കഴിക്കുക എന്നുള്ളതാണ്, പ്രോട്ടീൻ കൂടുതലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയായിരിക്കണം കഴിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇപ്പോൾ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ എന്താണ് കഴിക്കുന്നത്? ദോശ, ഇഡലി, ചപ്പാത്തി, പൊറോട്ട ഇങ്ങനെയുള്ള അരിഭക്ഷണങ്ങളും മൈദ, റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ റാഗി പോലുള്ള മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുക, ചാമ, റാഗി ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റാഗി കൊണ്ട് നമുക്ക് റാഗി പുട്ടോ അല്ലെങ്കിൽ റാഗി കുറുക്കോ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പുട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം ശ്രദ്ധിക്കണം, അതായത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് കഴിക്കേണ്ടത്. പിന്നെ കുറച്ച് സാലഡ് അല്ലെങ്കിൽ കുറച്ച് പയർ വേവിച്ചത്, കടല വേവിച്ചത് ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക. സാലഡൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് കുറേ നേരം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും. കൂടെ നമുക്ക് വേണ്ട വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തത് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് രാവിലെ നമ്മൾ വളരെയധികം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ രീതിയിലുള്ള ഡയറ്റാണ് രാവിലെ എടുത്തത്. ഉച്ചയ്ക്കും ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മീഡിയം സൈസിലൊരു പ്ലേറ്റിനെ എടുക്കുക, ഇതിനെ 4ആക്കി ഭാഗിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പോർഷനിൽ മാത്രമായിരിക്കണം ചോറ്. 2 തവി ചോറൊക്കെ, 2 ചെറിയ തവി ചോറൊക്കെയാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും വൈറ്റ് റൈസ് ഉപയോഗിക്കരുത്, നല്ല തവിടുള്ള ബ്രൗൺ കളർ അരിയാണ് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ ചോറല്ല, നിങ്ങൾക്ക് ചാമ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാരണം കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. എത്രത്തോളം കുറയ്ക്കുന്നോ അത്രയും നല്ലതാണ്, മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നുള്ളതല്ല. പിന്നീട് അടുത്ത പോർഷനിൽ, രണ്ടാമത്തെ പോർഷനിൽ ചെയ്യേണ്ടത് എന്തെങ്കിലും പ്രോട്ടീൻ എടുക്കുക എന്നുള്ളതാണ്. പ്രോട്ടീനിന് വേണ്ടിയിട്ട് ചിക്കൻ കഴിക്കാം, കറി വെച്ചിട്ടൊക്കെ 2 പീസ് കഴിക്കാം, മുട്ടയുടെ വെള്ള 2 മുട്ടയുടെ വെള്ളയൊക്കെ എടുത്ത് കഴിക്കാം. മീൻ, അതായത് ഫാറ്റി ഫിഷൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, വലിയ മീനുകൾ കഴിക്കുന്നത് നല്ലതാണ് കറി വെച്ചിട്ട്. ഇതൊക്കെയാണ് നിങ്ങൾ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കടല, പയർ, പിന്നെ പനീർ, സോയ ചങ്ക്സ് ഇതൊക്കെ കറി വെച്ചിട്ട് കഴിക്കുന്നത്, ഫ്രൈഡ് അല്ലാണ്ട് എണ്ണയൊക്കെ അധികം ചേർക്കാണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്തത് മൂന്നാമത്തെ പോർഷനിൽ കഴിക്കേണ്ടത് ഫൈബറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സാലഡ് ഉപയോഗിക്കാം. കുക്കുംബർ, ഒരു പകുതി കുക്കുംബർ, ഒരു പകുതി ക്യാരറ്റും മുറിച്ചിട്ട് അത് ഒരു സൈഡിൽ വെച്ചിട്ട് അതും ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. പിന്നെ അതേപോലെ 4ാമത്തെ പോർഷനിലും ഫൈബർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചീര ഇങ്ങനെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും തോരനോ കാര്യങ്ങളോ വെക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇത് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്യുക എന്നുള്ളത്, അതും മിതമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ചീത്ത ബാക്ടീരിയകളുടെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ട്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ്, വേണ്ട രീതിയിലുള്ള ഹെൽത്തി ഫാറ്റും ഹെൽത്തി പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം നിങ്ങളുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. പക്ഷേ അമിതമായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടെയില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈവനിങ്ങൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സാലഡോ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രൂട്ട്സൊക്കെ ഈവനിങ് കഴിക്കുന്നത് നല്ലതാണ്. രാത്രി വളരെ ലൈറ്റായിട്ടുള്ള ഡയറ്റ്, അതായത് സാലഡും പിന്നെ കുറച്ച് റാഗി കുറുക്ക് അല്ലെങ്കിൽ കുറച്ച് ഓട്സ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഷുഗർ അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനൊരു ഡയറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവിധ വെജിറ്റബിൾസും നിങ്ങൾക്ക് കഴിക്കാം, എല്ലാവിധ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതും ഒരു ഡയറ്റാണ്, അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതെല്ലാം എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. പിന്നെ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് 10 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം എന്നല്ല, നമ്മൾ ഇതിനൊരു 3 സമയമൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 നേരം രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
കീറ്റോജനിക് ഡയറ്റിൽ നിങ്ങൾ എന്ത് ഡയറ്റാണോ ഫോളോ ചെയ്യുന്നത് അതേ ഡയറ്റ് തന്നെ ഇവിടെയും കീപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ കഴിക്കേണ്ടാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മധുരം, അതായത് മധുരമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത്, പുറത്തെ ഭക്ഷണം വേറെ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ കൊണ്ട്, അതായത് മൈദ കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് വൈറ്റ് റൈസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതും, പുറത്തെ ഫുഡൊക്കെ പരമാവധി ഒഴിവാക്കുക, എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക, ചായ കാപ്പി ഇവയുടെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വെജിറ്റബിൾസും സാലഡും എടുക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് മൂന്നാമത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്കറികൾ, അതേപോലെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പച്ചക്കറികളുണ്ട്. കുക്കുംബർ ആയിക്കോട്ടെ, പിന്നെ ഈ പടവലങ്ങ, കുമ്പളങ്ങ, ഇതേപോലത്തെ പച്ചക്കറികൾ, ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ ഇലക്കറികൾ നല്ലോണം കഴിക്കുക. മുരിങ്ങ, ചീര, പല രീതിയിലുള്ള ചീരകൾ നമുക്ക് കിട്ടും. ഇതെല്ലാം ധാരാളം കഴിക്കുക. കൂടുതലായിട്ടും ഇങ്ങനെ നിങ്ങൾക്കൊരു സ്നാക്ക് എന്നുള്ള രീതിയിലൊക്കെ കൂടുതലും പച്ചക്കറികൾ കൊണ്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫൈബർ അതിലുണ്ട്. ഈ ഒരു ഫൈബറിന് ഫാറ്റൊക്കെ വലിച്ചെടുക്കാനും കൂടുതൽ വെള്ളത്തെ ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫൈബർ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം വളരെ നല്ലതാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ള എക്സസൈസാണ്. അതായത് നമ്മൾ എത്ര ഡയറ്റ് എടുത്താലും ഇതൊക്കെ ഒന്നും കൂടെ സ്പീഡ് ആവാനും, നമ്മൾ ഈ കഴിക്കുന്ന എത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എത്ര കുറച്ച് കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ എനർജി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ലിവറിൻ്റെ ചുറ്റുമുള്ള കൊഴുപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അതൊക്കെ മെൽറ്റായി അല്ലെങ്കിൽ ഉരുകി അത് പോരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളെ കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 30 to 45 മിനിറ്റ് കയ്യും വീശി നടക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓട് ചാടി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നത് നല്ലതാണ്. പക്ഷേ ഡയറ്റ് എപ്പോഴും ഇതേ രീതിയിലുള്ള ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷന് ഏതൊക്കെ ഡയറ്റാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അമിതമായിട്ട് ചിക്കൻ എടുക്കുക അല്ലെങ്കിൽ മുട്ടയൊക്കെ ഒരുപാട് കഴിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ ഹെൽത്ത് എന്താണ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡയറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഉറക്കം. അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉറക്കമാണ്. അത് പലർക്കും അറിയില്ല. നമ്മുടെ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവറായിട്ട് വരുന്നത് പ്രവാസികളാണ്. അതായത് അവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി മേ ബി ചിലപ്പോൾ രാത്രി ലേറ്റ് നൈറ്റ് ഒരു 12-1 മണിക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവർ വന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിച്ച് ഒരു പുലർച്ചയ്ക്ക് ഒരു 4 മണിക്കൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു ഉച്ചയാവാൻ നേരത്തെ എണീറ്റ് ഡയറക്റ്റ് ഇങ്ങനെ ലഞ്ച് കഴിച്ച് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ ഈ ഒരു ഫാറ്റി ലിവർ പോലത്തെ കണ്ടീഷൻ, കൊളസ്ട്രോൾ കൂടുന്നത്, കൊഴുപ്പ് കൂടുന്നത്, അമിതവണ്ണം കൂടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉറങ്ങേണ്ടത് രാത്രിയാണ്. ആ രാത്രി ഉറങ്ങേണ്ടത് രാത്രി തന്നെ ഉറങ്ങുക. ഇത് എത്ര നമ്മൾ പകലുറങ്ങിയിട്ടും കാര്യമില്ല. നമുക്ക് ഈ ഒരു ലിവറിൻ്റെ ഹെൽത്ത്, ലിവർ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ രാത്രി ഒരു 10:30 മണിക്കെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 12 മണി മുതൽ നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കാനേ പാടില്ല. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 10:30 മണിക്കെങ്കിലും ഉറങ്ങുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 മണി വരെയെങ്കിലും ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് എണീറ്റ് നിങ്ങളുടെ എക്സസൈസും ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു 50% നമുക്ക് വെറും 2 ആഴ്ച കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിക്കാണ്. ചിലരിൽ ചിലപ്പോൾ 2 ആഴ്ച വെറും 50% എന്നില്ല, ചിലപ്പോൾ ഒരു 60-70% കുറച്ച് കൊണ്ട് വരാം. എന്നാൽ ചിലരുടെ ബോഡി വേറെ രീതിക്കാണ്. അതായത് സ്പീഡായിട്ട് ഈ ഒരു എന്താ പറയുക കൊഴുപ്പ് ഇങ്ങനെ ഇതായി ഉരുകി പോവണം എന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ടൈം എടുക്കും. അങ്ങനെയാണ് ഓരോരുത്തരുടെ ബോഡി വരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ഈ ഫാറ്റി ലിവർ റിവേഴ്സ് ആവുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. ഫാറ്റി ലിവറിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാം. ഫാറ്റി ലിവർ മാറ്റി നമുക്കൊരു 5% കൊഴുപ്പ് നമ്മുടെ ലിവറിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. പ്രോബ്ലം ഇല്ല. പക്ഷേ അതൊരു പരിധി കഴിയുമ്പോൾ, അതായത് ഒരുപാട് പേര് ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പോലും ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരിൽ നമുക്ക് ഫാറ്റി ലിവർ പിന്നീട് ലിവർ സിറോസിസിലേക്ക് ഒക്കെ പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. സിറോസിസ് എത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫൈബ്രോസിസ് എത്തിയാലോ നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാന്നുള്ളത് അത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഈ രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുത്ത് ഫുഡ് കൺട്രോളൊക്കെ ഈ രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ രീതിയിൽ ഫുഡൊക്കെ ഈ രീതിയിൽ കഴിച്ച്
ഉറക്കമൊക്കെ പ്രോപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ഫാറ്റി ലിവർ കുറയുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കുറയുക, പിന്നെ അതേപോലെ നിങ്ങൾക്ക് വയറ് വീർക്കൽ, വയറ് സ്തംഭനം, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം, വാരിയലിൻ്റെ താഴെയുള്ള പെയിൻ, ഇതൊക്കെ ഫാറ്റി ലിവർ ഉള്ളപ്പോഴുള്ള ലക്ഷണങ്ങളാണ്. അതേപോലെ ക്ഷീണം വരിക, അമിതമായിട്ട് ഉറക്കം, ചിലർക്ക് രാത്രി ഉറക്കം വരില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ കുറയാറുണ്ട്. പിന്നെ അതേപോലെ നിങ്ങളുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയ കൂടുമ്പോൾ ചീത്ത ബാക്ടീരിയയുടെ അളവ് കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ദഹനം അതിനനുസരിച്ച് സ്പീഡ് ആവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റി ലിവർ കാരണം കാണിക്കുന്ന സിംറ്റംസൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞ് ആ ബുദ്ധിമുട്ടൊക്കെ കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ പലരും പറയും ഇങ്ങനെ വെയിറ്റ് കുറയുന്നില്ല, ഞാൻ 2 ആഴ്ച ഡയറ്റ് ചെയ്തു പക്ഷേ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളത് പലരും പരാതിയായിട്ട് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ കാര്യമാക്കേണ്ടതില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുണ്ടല്ലോ, ഈ ലിവർ പോലുള്ള അവയവങ്ങളിലെ കൊഴുപ്പാണ് നമ്മുടെ ബോഡി ആദ്യം അലിയിച്ച് വരിക നമ്മൾ ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നീടാണ് നമ്മുടെ വെയിറ്റിൽ അത് കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറഞ്ഞില്ല, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഫാറ്റി ലിവർ കുറയുന്നില്ല എന്നല്ല അർത്ഥം. പക്ഷെ പിന്നീട് വെയിറ്റ് കുറയുന്നതും വളരെ നല്ലതാണ്. അതായത് ഒരു 80 കിലോ ഉള്ള ഒരാൾ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതേപോലെ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.